സെപ്റ്റംബർ 17 വ്യാഴം ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. എവിടെ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് PCR പരിശോധന നടത്താം, ഫ്രീ ആയിട്ട് എവിടെ നിന്ന് കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യമേ അറിയിക്കാം. എന്നിട്ട് ചില വാർത്തകളിലേക്ക് മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് പ്രവേശിക്കാം. അബുദാബിയിലാണെങ്കിൽ നിങ്ങൾ സേഹ SCH ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. ഈ പരിശോധന നടത്താൻ വേണ്ടി എവിടെ പോകണം? 250 ദിർഹം വരെ ആകും എന്ന കാര്യം മനസ്സിൽ വയ്ക്കുക. 800-17-17 എന്ന നമ്പറാണ് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ആപ്പ് വഴിയും. ദുബായിലാണെങ്കിൽ DHAയുടെ 800-342 എന്ന നമ്പർ ഓർമ്മിച്ച് വയ്ക്കുക. 800-342 അതിൽ വിളിച്ചിട്ട് എപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ദുബായ് ഹെൽത്ത് ബുക്കിംഗ്.com അതിലേക്ക് പോയിട്ടും നിങ്ങൾക്ക് അതിൻ്റെ എവിടെയാണോ സൗകര്യം അവിടെ പോകേണ്ട സ്ഥലം സെലക്ട് ചെയ്യാം. മറ്റുള്ള എമിറേറ്റുകളിൽ ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖൈൻ, റാസൽ ഖൈമ, ഫുജൈറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള നോർത്തേൺ എമിറേറ്റ്സിലെല്ലാം ദുബായും അബുദാബിയും ഒഴിച്ചിട്ടുള്ള ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖൈൻ, റാസൽ ഖൈമ, ഫുജൈറ ഈ സ്ഥലങ്ങളിലൊക്കെ സൗജന്യമായിട്ട് PCR പരിശോധന നടത്താൻ വേണ്ടിയുള്ള സ്ഥലമുള്ളത് കൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. 800-11-11-1 800 കഴിഞ്ഞിട്ട് പിന്നെ 5 പ്രാവശ്യം 1 അതിൽ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം. അല്ലെങ്കിൽ MOHAP മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ എന്ന അർത്ഥത്തിലുള്ള അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം എവിടെ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം സമയം താമസിക്കും റിസൾട്ട് കിട്ടാൻ. എങ്കിലും ഇനി 5 ദിവസം പറയുന്ന 5 ദിവസം തന്നെ എടുത്തോട്ടെ, എങ്കിലും സൗജന്യമായിരിക്കും പരിശോധനാ ഫലം കിട്ടുക എന്ന കാര്യമൊന്ന് അറിഞ്ഞിരിക്കുക. അബുദാബിയിൽ ഇപ്പോൾ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന എല്ലാവർക്കും ഇലക്ട്രോണിക് ആയിട്ടുള്ള റിസ്റ്റ് ബാൻഡ് കെട്ടിയേ പറ്റൂ. 14 ദിവസത്തേക്ക് അത് കെട്ടിയിരിക്കണം. ക്വാറന്റൈൻ കാലയളവിൽ എല്ലാ രാജ്യക്കാർക്കും ഇത് ബാധകമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം 786 കേസുകളാണെന്ന് സെപ്റ്റംബർ 17 UAE ഉണ്ടായിരിക്കുന്നത്. 661 പേർ രോഗമോചനം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് മരണമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള ആശ്വാസമുണ്ട്. 93,000 പരിശോധന നടത്തിയപ്പോഴാണ് 786 ആളുകൾക്ക് രോഗമുണ്ടെന്ന് തെളിഞ്ഞത്. 8.4 ദശലക്ഷം പരിശോധനകൾ ഇതിനകം UAE നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ നാട്ടിൽ പോകുന്ന പ്രവാസികൾക്ക് ഈ വായ്പ എടുത്തുകൊണ്ട് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ളൊരു പരിപാടി നോർക്ക തുടക്കം കുറിച്ചിരിക്കുകയാണ്. 30 ലക്ഷം രൂപ വരെ വായ്പ കിട്ടും പ്രവാസികൾക്ക്. ഞങ്ങളൊരു കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഈ നാട്ടിൽ തിരിച്ചെത്തി ബുദ്ധിമുട്ടി കഴിയുന്ന പ്രവാസിയുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നത് പോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടത്തരക്കാരായ ഒരുപാട് പ്രവാസികളുണ്ടല്ലോ. അവർക്ക് നാട്ടിൽ കൂടി അവരുടെ ആ ഒരു മികവനുസരിച്ചുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി സഹായം ചെയ്തു കൊടുക്കാൻ നോർക്കയും ഗവൺമെൻറ്റും മുന്നോട്ട് വരണം. അപ്പോൾ നിലവിൽ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നാട്ടിൽ കൂടി അതിനെ ഒന്ന് വിശാലമാക്കാൻ വേണ്ടി ഇറങ്ങുന്നതും ഇവിടുന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ പോയി നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്ക് മാത്രമായി വായ്പ കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഒരുപാട് ആളുകളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ഇക്കാര്യം നിർദ്ദേശമായി വയ്ക്കുന്നത്. റഷ്യയിലെ സൈബീരിയയിലും കാട്ടുതീ. ആ ചിത്രങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകും. അത്രയ്ക്കിങ്ങനെ കാട്ടുതീ ഇരച്ചിരച്ച് കയറുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഭൂമിയുടെ താപനില കൂടുകയാണ്. ആർട്ടിക് സർക്കിളിൽ പോലും താപനില കൂടുന്നെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇതുവഴി ഉണ്ടാകാവുന്ന കാർബൺ ഡയോക്സൈഡ് അടക്കമുള്ള വാതകങ്ങളുടെ ശല്യം വേറെ. മൊത്തത്തിൽ ഒരുപാട് പ്രകൃതിയെ ദുരന്ത ഭൂമികയാക്കുന്ന ഒരു സാഹചര്യം മനുഷ്യർ ചെയ്യുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. നാട്ടിലെ ചില കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കിയാൽ മന്ത്രി KT ജലീലിനെ NIA ചോദ്യം ചെയ്തു വിട്ടയച്ചു. തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഒരു അഭ്യർത്ഥന, ഈ 7 മാസത്തെ കഠിനമായ പ്രയത്നം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്ന വിധത്തിലായിരിക്കണം. രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയ ചുവട് കണ്ടിട്ട് ആ ഒരു സമാധാനം തകർക്കരുതെന്നാണ് മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ 4351 രോഗബാധ ഉണ്ടായിരിക്കുകയാണ്. ചെറിയ സംഖ്യയല്ല. ഇതുവരെ കേരളം പ്രതീക്ഷിച്ച സംഖ്യയുമല്ല, ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടുള്ള സംഖ്യയുമല്ല. 4351. അതിൽ തന്നെ ഉറവിടമേതെന്നറിയാത്ത 300-ലധികം കേസുകളെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും KT ജലീൽ മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് അകാലിദൾ പിന്മാറി. ചില കാർഷിക പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. എന്നാൽ ഗവൺമെന്റിനുള്ള പിന്തുണ തുടരും എന്ന് അകാലിദൾ അറിയിച്ചിട്ടുണ്ട്.
ബാലഭാസ്കർ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ CBI ഇന്ന് സ്റ്റീഫൻ ദേവസിയെ 3 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. യൂറോപ്പിൽ അതീവ ഗുരുതരാവസ്ഥയാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. കഴിഞ്ഞ ആഴ്ച 3 ലക്ഷത്തിലധികം കേസുകളാണ് മൊത്തം യൂറോപ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഉണ്ടാകേണ്ട സാഹചര്യമല്ല ഇപ്പോഴെന്ന് തിരിച്ചറിയുക. ഏതാണ്ട് പകുതിയിലധികം യൂറോപ്പിൽ കഴിഞ്ഞ നാളുകളിൽ കണ്ടതിനേക്കാൾ 10% അധികം രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നേരത്തെ യൂറോപ്പിൽ 50 വയസ്സ് മുതൽ 79 വയസ്സ് വരെയുള്ള ആളുകളെയാണ് ശരാശരി ഈ രോഗം ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ, 25 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ആളുകളെയാണ് ഈ വൈറസ് പിടികൂടുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം. 2.25 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു കഴിഞ്ഞു യൂറോപ്പിൽ. റഷ്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാവുന്ന വിധത്തിൽ പ്രസിഡന്റിൻ്റെ വിമർശകനായിട്ടുള്ള അലക്സി നവൽനി, അദ്ദേഹത്തിന് ഈ നോവിച്ചോക്ക് എന്ന് പറയുന്ന വിഷം ഉള്ളിൽ കിട്ടിയത് എയർപോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ നിന്നല്ല, മറിച്ച് സൈബീരിയൻ ഭാഗത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ നിന്ന് കുടിക്കാൻ കൊടുത്ത വെള്ളത്തിലായിരുന്നു എന്ന അർത്ഥത്തിൽ ഈ വാട്ടർ ബോട്ടിലിൽ വിഷാംശം കണ്ടെത്തിയതായി ഇപ്പോൾ റിപ്പോർട്ട് പറയുകയാണ്. നമ്മുടെ പ്രതിരോധ മന്ത്രി പറയുന്നു, ലഡാക്കിൽ നിന്ന് സൈനികരെ പിൻവലിച്ചേ പറ്റൂ, ചൈന പറഞ്ഞതുപോലെ പിൻവലിക്കുന്നില്ല, മോസ്കോ കരാറിൽ സംസാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ദുബായിൽ 7 സ്ഥാപനങ്ങൾ വീണ്ടും പിഴ കൊടുക്കേണ്ടി വന്നു. മുഖാവരണം ധരിക്കാതെ ജീവനക്കാർ നിൽക്കുന്നതുകൊണ്ടും സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കാത്തതുകൊണ്ടുമാണ് പിഴ കൊടുക്കേണ്ടി വരുന്നത്. വാൾപേപ്പർ വിൽക്കുന്ന കമ്പനികൾ, ഈ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കമ്പനികൾ, ലൈറ്റിംഗ് കമ്പനികൾ, ഇലക്ട്രിക്കൽ കമ്പനികൾ ഇവയൊക്കെയാണ് പിഴ കൊടുത്ത സ്ഥാപനങ്ങളിൽ പെടുന്നത്. അതേസമയം 820 സ്ഥാപനങ്ങൾ നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്നതായും പരിശോധന കണ്ടെത്തിയെന്ന് അധികൃതർ അറിയിച്ചു. UAE-യിൽ കോഷർ ഫുഡുകൾ നിർമ്മിക്കാൻ പോവുകയാണ്. എന്താണ് ഈ കോഷർ ഫുഡ്? ജൂത മതാനുയായികൾ പരമ്പരാഗതമായി കഴിക്കുന്ന ഭക്ഷണ വിഭവങ്ങളിൽ വരുന്നതാണ് ഈ കോഷർ ഫുഡ്. ഹലാലും ആരോഗ്യമുള്ളതുമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് എയർലൈൻസാണ് ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഫുഡിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകുന്നത്. അതിനർത്ഥം എന്താണ്? കൂടുതൽ ജൂതമത വിശ്വാസികൾ UAE-യിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെ ഒരു സാംസ്കാരിക വിനിമയവും ഭക്ഷണ സംസ്കാര വിനിമയവും കൂടി നടക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. 278 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ആ വേഗത വെച്ച് ഷാർജയിൽ വാഹനം ഓടിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തു. 3000 ദിർഹം പിഴ കൊടുക്കുന്നതോ 23 ബ്ലാക്ക് പോയിന്റുകൾ കൊടുക്കുന്നതോ അല്ല, മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാണ് ഇത്തരം ആളുകൾ. ഇങ്ങനെ 200 കിലോമീറ്ററിനപ്പുറം ഓടിക്കുന്ന കുറേ ആളുകൾ, 274 ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്നറിയപ്പെടുന്ന ഡെനിസ് മറ്റോഷി, അൽബേനിയക്കാരൻ, ദുബായിൽ അറസ്റ്റിലായതൊക്കെ സാഹസികമായിട്ടാണ്. ദുബായിയുടെ സ്വാട്ട് സംഘമുണ്ട്. ഈ സാഹസിക കൃത്യങ്ങൾ മാത്രം ചെയ്യുന്ന പോലീസിൻ്റെ ഒരു പ്രത്യേക സംഘമുണ്ട്. ആ സംഘമാണ് പോയിട്ട് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി വളഞ്ഞ് പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇറ്റലി കൈമാറാൻ വേണ്ടിയാണ് ഇന്റർപോൾ നോട്ടമിട്ട ആളാണ്. ഷിന്തഗ ടണൽ വഴി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി എന്ന് വേണമെങ്കിൽ പറയാം, അതായത് 18-ാം തീയതി വെളുപ്പിനെന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച രാത്രി 12:30 മുതൽ ഇന്ന് രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ് രാവിലെ 10:30 വരെ ബർദുബായിൽ നിന്ന് ദേരയിലേക്ക് പോകുന്ന ഭാഗം അടച്ചിടും. നാളെ രാത്രിയും ഇതുപോലെയുണ്ട്. നാളെ രാത്രി 12:30 തുടങ്ങിയാൽ രാവിലെ 8 മണി വരെ ബസ്സുകൾക്കും ഇത് ബാധകമാണ്. മക്തൂം ബ്രിഡ്ജ് വഴിയോ ഗർഹൂദ് പാലം വഴിയോ നിങ്ങൾക്ക് പോകാം എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ സൂചിപ്പിച്ച കാര്യം നാളെ സെപ്റ്റംബർ 18 ആയതുകൊണ്ടൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് പേർ നിങ്ങൾ ബുക്ക് ചെയ്തു. കൊച്ചിൻ കായിഷ് റെസ്റ്റോറൻറ്റ് ഷാർജ ദുബായ് വാർത്ത പ്രേക്ഷകർക്ക് മാത്രം ഒരുക്കുന്നൊരു കാര്യമാണ്. ദുബായ് വാർത്ത എന്ന കോഡ് നിങ്ങൾ നാളെ ഫോൺ ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിരിയാണിക്ക് ഒരു ബിരിയാണി ഫ്രീ കൊടുക്കുന്നൊരു സ്കീം നടക്കിയിരിക്കുന്നതാണ്. 0657333595 0657333595 അതിലേക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം. ABC കാർഗോ 20% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആദ്യത്തെ കാർഗോ കമ്പനികളിലൊന്നാണ്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എവിടേക്കാണ് എപ്പോഴാണ് കാര്യങ്ങൾ കിട്ടുക, എന്താണ് വില, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊള്ളുക. സൗദി അറേബ്യയിൽ 30 മരണം, ഒമാനിൽ 13 മരണം, കുവൈറ്റിൽ 4 മരണം. അങ്ങനെ 30, 13, 43, 4, 47 മരണം ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിലാണെങ്കിൽ 51,70,70,000 മൊത്തം രോഗബാധ. അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ 3,01,72,000 കഴിഞ്ഞു പോയിരിക്കുന്നു രോഗബാധ.
അന്താരാഷ്ട്ര രംഗത്ത് 61,000-ൽ പരം ആളുകൾ ഇപ്പോൾ വളരെ വെന്റിലേറ്റർ ആവശ്യമുള്ള സാഹചര്യത്തിൽ കഴിയുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ ഇന്നത്തെ മരണസംഖ്യ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരുപക്ഷെ ഈ സമയമാകുമ്പോൾ ഒന്ന് കുറഞ്ഞു കാണാം. ഒരു 500-ലധികം മരണം വന്നിട്ടുണ്ട്. താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. ഇന്നലെയൊക്കെ 97,000 കേസുകളും 1,100 ചില്ലുവാനം മരണവും രേഖപ്പെടുത്തിയ രാജ്യമാണ് ഇന്ത്യ. വളരെയധികം ശ്രദ്ധിക്കേണ്ട താക്കോൽ നമ്മുടെ കയ്യിൽ മാത്രമാണ് എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ 17-ന്റെ ഈ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നത്. നന്ദി, നമസ്കാരം.